തീയതി ബുധനാഴ്ച പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്ഡേറ്റുകളിലേക്കാണ് വരുന്നത്. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാം, പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ പ്രസ്താവനകൾ, അതിശക്തമായ ഇടപെടലുകൾ, ഇസ്രയേലും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ പോലും അതിലിടപെട്ടുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഇരു രാജ്യങ്ങളെയും നിർബന്ധിക്കാൻ ഒക്കെ ശ്രമിച്ച അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ന് പുലർച്ചെയോടെ, ഏർലി അവേഴ്സ് എന്ന് പറയാം, ഇന്ന് പുലർച്ചെയോടെ ഇറാൻ പ്രത്യേകിച്ചും തെക്കൻ ഇറാൻ ലക്ഷ്യമിട്ട് അവിടുത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള വലിയ ആക്രമണം, അതിന്റെ പ്രത്യാക്രമണമായി അമേരിക്കയുടെ 21 ബേസുകളിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇറാൻ IRGC വ്യക്തമാക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം. നമുക്കറിയാമല്ലോ, ഈ ഒരു സമാധാന അന്തരീക്ഷത്തിന് വളരെ പെട്ടെന്ന് ആ ഒരു സീൻ മാറാനുള്ള കാരണമായത് അമേരിക്കയുടെ അത്യുഗ്രൻ ഹെലികോപ്റ്റർ എന്ന് പറയാവുന്ന അപ്പാച്ചെ വീണതാണ്. സത്യത്തിൽ അപ്പാച്ചയെ വീഴ്ത്തിയത് ഇറാൻ അല്ല എന്നാണ് ഇറാൻ പറയുന്നത്. IRGC പറയുന്നു, ഞങ്ങൾ അങ്ങനെ അപ്പാച്ചയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. അങ്ങനെ ഹോർമൂസിന്റെ മുകളിൽ ഇങ്ങനെ റോന്ത് ചുറ്റിയ, നമ്മൾ എന്താണ് പട്രോളിംഗ് എന്നാണ് പറയാം, പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ അമേരിക്കൻ സേനയുടെ അഭിമാന സ്തൂപമെന്നോ സ്തംഭമെന്നോ ഒക്കെ പറയാവുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ തല, അല്ലെങ്കിൽ വ്യോമസേനയുടെ തല എന്ന് പറയാവുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണതോടെയാണ് ആകെ പ്രശ്നമായത്. ട്രംപിന്റെ പിടുത്തം വിട്ടുപോയത്. പക്ഷെ ട്രംപ് ആദ്യഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന്, ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണല്ലോ എന്ന ചോദ്യത്തിന് വാൾ സ്ട്രീറ്റ് ജേണലിന് ഒരു അഭിമുഖം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്, 3-3:30 മണിയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനോട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദാറ്റ് വാസ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് ട്രംപ് പറഞ്ഞുവെന്നാണ്. 2 പൈലറ്റുമാരും സുരക്ഷിതരായിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട എന്ന് ട്രംപ് പറഞ്ഞു. പക്ഷെ പിന്നീട് ട്രംപിനെ അമേരിക്കയിലെ തന്നെ അദ്ദേഹത്തിന്റെ സൈനിക അല്ലെങ്കിൽ ഈ പ്രതിരോധ ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഉപദേശിച്ചു, ഇത് ചെറിയ കളിയല്ല, വീണത് അപ്പാച്ചയാണ്, അതും H-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ. അതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള ഏറ്റവും അത്യന്താധുനികമായ ഹെലികോപ്റ്ററാണ്. അത് ഈ യുദ്ധ ഹെലികോപ്റ്ററാണ്. അത് ശരിക്കും ഈ പട്രോളിംഗ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമല്ല. അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേനയുടെ ഐറ്റമാണ് ഈ ഐറ്റം. അപ്പൊ അത് വീണതോടെ വല്ലാതെ പിന്നീടുള്ള മണിക്കൂറുകളിൽ ട്രംപ് അത് തിരുത്തി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പൊ അതിനുശേഷമാണ് പുലർച്ചെയോടെ, ഇന്ന് പുലർച്ചെയോടെ ആക്രമണത്തിനുള്ള ഉത്തരവ് നൽകപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെക്കൻ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ജലസംഭരണികൾ ലക്ഷ്യമിട്ടും അതുപോലെ ഈ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുമൊക്കെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാനിൽ നിന്നുള്ള, പശ്ചിമേഷ്യയിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നു. പക്ഷെ അതിനുള്ള തിരിച്ചടി അമേരിക്കൻ ബേസുകളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ അതിനുള്ള തിരിച്ചടി നൽകിയത്. 21 ബേസുകളിലേക്ക് ആക്രമണം നടത്തിയെന്ന് അവർ പറയുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ടും അവർ വിവരിച്ചിട്ടുണ്ട്. അതിൽ ആ ഇറാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണതിന്റെ തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം, ഹോർമൂസിന് സമീപം ബന്ദർ അബ്ബാസ് ദ്വീപ്, അതുപോലെ ജാസ്ക്, സിറിക്ക്, ഈ പ്രദേശങ്ങളിലൊക്കെ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം ഉണ്ടാകുന്നു. ജലശുദ്ധീകരണശാലകൾ, ഈ മേഖലയിലൊക്കെ ജലശുദ്ധീകരണശാലകൾ, 2 ജലശുദ്ധീകരണശാലകൾ തകർക്കപ്പെടുന്നു എന്നാണ് വാർത്ത. ഇറാൻ പറയുന്നത് 21,000 പേർക്കുള്ള കുടിവെള്ള ലഭ്യത ഇല്ലാതായ തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നാണ്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് പുലർച്ചെയോടെ 21 അമേരിക്കൻ ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ എടുത്തു പറയുന്ന 3 ബേസുകളാണ്. ഒന്ന് ജോർദാനിലെ അൽ അസ്റാഖ് എയർബേസ് ആണ്, 2 കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, 3 ബഹ്റൈനിലെ 5th ഫ്ലീറ്റിന്റെ 5ാം കപ്പൽപ്പടയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയുള്ള ആക്രമണം. ഇതിൽ 70% ലക്ഷ്യം കണ്ടു എന്ന് IRGC അവകാശപ്പെടുന്നു. നിങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. ഇബ്രാഹിം, അതുപോലെ ഷാഹുൽ ഹമീദ് ഒക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നതിൽ വലിയ സന്തോഷം. അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ, ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച്, ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളുടെ ഒക്കെ ഫുട്ടേജുകൾ ഇറാൻ സൈന്യം IRGC കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ജോർദാനിലെ അൽ അസ്റാഖ് എയർബേസിൽ F-35 വിമാനങ്ങളുടെ ഹാങ്ങറുകൾ, വിമാനങ്ങളുടെ ഈ കാരിയറുകൾ, ലോഞ്ചിങ് പാഡൊക്കെ തകർത്തു എന്ന് IRGC പറയുകയാണ്. അതുപോലെ ജോർദാനിൽ US സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തകർത്തു എന്നും പറയുകയാണ് IRGC. അതുപോലെ MQ-9 റീപ്പർ ഡ്രോൺ, അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു റീപ്പർ ഡ്രോൺ ആണ് MQ-9 റീപ്പർ ഡ്രോണിനെയും അടിച്ചിട്ടു
എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഇറാനെ സംബന്ധിച്ച് IRGC പറയുന്നത് ഞങ്ങൾ മനഃപൂർവ്വം ഈ അപ്പാച്ചയ്ക്ക് നേരെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. ഈ ഷാഹിദ് ഡ്രോണാണ് അപ്പാച്ചയിൽ പോയി പതിച്ചതെന്നാണ് പറയുന്നത്. ഷാഹിദ് ഡ്രോണിന് അറിയില്ലല്ലോ അപ്പാച്ച ഇത്ര വലിയ കൊടികെട്ടിയ കൊമ്പനാണെന്നൊന്നും. അപ്പൊ ഏതായാലും അതാണ് സാഹചര്യം. അപ്പൊ അതാണ് ഈ മൊത്തത്തിൽ ഈ അന്തരീക്ഷത്തെ മൊത്തം അങ്ങ് ബാധിച്ചത്. ഈ ഷാഹിദ് ഡ്രോൺ പോയിട്ട് അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന വമ്പനെ അടിച്ചിട്ടെന്ന് ഈ സാഹചര്യങ്ങൾ മൊത്തം മാറുന്നത്. അതുപോലെ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ, അത് ലെബനനിലേക്ക് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളുടെ പ്രത്യാക്രമണമായിട്ട് ആയിരുന്നു. ആ ആക്രമണത്തിൽ ഹൈഫയിലെ റമാദ് ഡേവിഡ് ബേസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ബേസാണ്. ആ ബേസ്, ഇസ്രയേലിന്റെ ബേസിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ IRGC പുറത്തുവിടുന്നു. അത് ചില അമേരിക്കൻ ഏജൻസികളൊക്കെ നൽകിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വലിയ കേടുപാടുകൾ ഇസ്രയേലിന്റെ ബേസുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ആക്രമണത്തിൽ ഖൈബർ ഷക്കാനും ഖാദറും ഒക്കെ അടക്കമുള്ള അത്യന്താധുനിക മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയത് എന്നുള്ള വാർത്തകളൊക്കെ ഇറാൻ മാധ്യമങ്ങളിൽ നിറയുന്ന സമയമാണ്. അതേസമയം ഈ ആക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം കുറച്ച് മയപ്പെടുമ്പോൾ ഇറാൻ മയപ്പെട്ട രീതിയിലാണോ പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറാൻ അതിശക്തമായ ഭാഷയിലാണ് ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഇത്രയും ഒരു പരിധിവരെ പ്രകോപനപരമാണോ, അമേരിക്കയെ പ്രകോപിപ്പിക്കുകയാണോ, ട്രംപിനെ പ്രകോപിപ്പിക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണം, പ്രത്യേകിച്ചും പ്രധാനമായിട്ടും അബ്ബാസ് അറാഖ്ചി വിദേശകാര്യമന്ത്രി, അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കർ, ഈ നെഗോഷിയേഷൻ ടീമിന്റെ ഒക്കെ ഹെഡായിട്ടുള്ള ഗാലേബാഫ്, ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടും അവർ പ്രസ്താവനകളിലൂടെ അമേരിക്കയെ ഇങ്ങനെ എങ്കിൽ പിന്നെ നീ ഒന്ന് ചെയ്തു നോക്കുന്ന പറയുന്ന നിലയിലേക്ക് ആ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. ആ പ്രസ്താവനയിൽ കൃത്യമായിട്ടും ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്കെല്ലാം അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ നിന്ന്, ജോർദാൻ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ GCC രാജ്യങ്ങളിൽ നിന്നൊക്കെ അത്തരം ബേസുകളിൽ നിന്നാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് എങ്കിൽ അതുകൊണ്ടാണ് തങ്ങൾ ഈ അമേരിക്കൻ ബേസുകളിലേക്ക്, ഈ മേഖലയിലെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം ഇനി തുടരുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടത് തുടരുകയാണെങ്കിൽ, ഈ മേഖലയിലെ US ബേസുകളെ ഞങ്ങൾ ചാരമാക്കും, ഒരു US ബേസും ഇവിടെ വേണ്ട എന്ന നിലയിൽ അതിശക്തമായ ഒരു പ്രസ്താവന ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്നു. ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് വലിയ മുന്നറിയിപ്പ് നൽകുന്നു. വലിയ അപകടം വിളിച്ചു വരുത്തരുത് ഈ മേഖലയിൽ എന്ന് ഇറാൻ പറയുന്നു. മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് അതിശക്തമായ ഭാഷയിൽ ഈ സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ അബ്ബാസ് അറാഖ്ചി അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ പറയുന്നത്, പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രത്തിൽ ഒരുപാട് ചോര പുരണ്ട ഏടുകളുണ്ട് എന്നാണ്. അമേരിക്കക്കാർ അത് ഓർക്കണം, അമേരിക്കൻ സൈന്യം ഓർക്കണം. ഈ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രമാണ്. അതിന് ഒരുപാട് ചോര പുരണ്ട ഏടുകളുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരും അധിനിവേശക്കാരും അത്തരത്തിലുള്ളവരെയൊക്കെ മായ്ച്ചു കളഞ്ഞൊരു ചരിത്രം പേർഷ്യൻ ഗൾഫിനുണ്ട് എന്ന് അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നു. അതുപോലെ IRGCയുടെ കമാൻഡർ ജനറൽ ഗാനി പറയുന്നൊരു കാര്യമുണ്ട്. ജനറൽ ഗാനി അദ്ദേഹം പറയുന്നൊരു കാര്യം, ഹോമൂസ് കടലിടുക്ക് മുതൽ ബാബൽ മന്ദ് കടലിടുക്ക് വരെയും പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെയും പ്രതിരോധ സേന കോട്ട കെട്ടിക്കഴിഞ്ഞു എന്നാണ്. അതായത് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്, അതിൽ പ്രധാനപ്പെട്ട അതൊരു ശാക്തിക ചേരിയായി രൂപപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. ഹിസ്ബുള്ളയുണ്ട്, ലെബനനിലെ ഹിസ്ബുള്ളയുണ്ട്. അതേസമയം തന്നെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം നേരിട്ടിറങ്ങുകയും ഇസ്രയേലിന് നേർക്ക് മിസൈലുകൾ പായിക്കുന്ന ഒരു സാഹചര്യം. ചെങ്കടലിൽ ഇസ്രയേലിന് ഒരു തരത്തിലും, ഇസ്രയേലിലെ ഒരു കപ്പലുകളും ചെങ്കടലിലൂടെ കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. ആ നിലയ്ക്ക് ഹൂത്തികൾ കൂടി ഇറങ്ങുന്നതോടെ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ഈ ഹോമൂസ് മുതൽ ബാബൽ മന്ദ് വരെ, അതുപോലെ പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെ എന്ന് അങ്ങനെ പ്രതിരോധ സേന കോട്ട കെട്ടിക്കഴിഞ്ഞു അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ, അധിനിവേശ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ എന്ന് IRGCയുടെ കമാൻഡർ പറയുന്നു. ആ നിലയ്ക്ക് നമ്മൾ വളരെ പെട്ടെന്നൊരു സമാധാനം ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയ വാർത്തകൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണത് വലിയ സംഭവം തന്നെയാണ്, വലിയ വാർത്ത തന്നെയാണ്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കല്ല എന്ന് IRGC പറയുമ്പോൾ അത് വലിയ സംഭവമാക്കണ്ട എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നീട് ട്രംപിനെ പ്രകോപിപ്പിക്കാൻ അമേരിക്കയിൽ തന്നെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ഇത് നോക്കി നിന്നാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണിട്ട് അമേരിക്ക ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അമേരിക്ക എന്തിനാണ് എന്ന് ആൾക്കാർ ലോകം ചോദിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്രമിച്ചേ മതിയാവൂ എന്ന നിലയിലുള്ള വലിയ പ്രഷർ ട്രംപിന്റെ മേലുണ്ടായതിന്റെ ഭാഗമായിട്ടാകാം
ട്രംപ് ഈ ആക്രമണങ്ങളൊക്കെ ഇപ്പം ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ മണിക്കൂറുകൾ അദ്ദേഹം പറയുന്നത് ഇറാൻ ഇങ്ങനെ ഒരുപാട് സമയം എടുക്കുകയാണ്, വെറുതെ സമയം കളയുകയാണ്. ഇപ്പം ഇങ്ങനെ സമയം കളയുകയാണെങ്കിൽ വലിയ പാടാണ്. നമ്മൾ നമ്മൾ പല കാര്യങ്ങളും ഇറാൻ അനുകൂലമായ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക്, ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇറാൻ അങ്ങോട്ട് സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള, സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 28-ാം തീയതി ഏകപക്ഷീയമായി ഇറാനിലേക്ക് പോയി ആക്രമണം നടത്തി അവിടുത്തെ അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി. അവിടുത്തെ സ്കൂളിൽ, ഒരു എലിമെന്ററി സ്കൂളിൽ 178 പെൺകുട്ടികളടക്കം 3000-ത്തിലധികം പേരെ കൊലപ്പെടുത്തിയിട്ട് പിന്നെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇറാനോ IRGC ഒക്കെ അത് കേട്ടു എന്ന് പറയണമെന്നില്ല. അല്ലെങ്കിൽ അത് അവർക്കറിയാമല്ലോ, അവരനുഭവിച്ചത്, അവരെ നേരിട്ടത് എന്തൊക്കെയാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ വലിയ സമാധാനം പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇറാനെ അരച്ചു കലക്കി ഈ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെ ഇറാന്റെ ഭൂപടം തേച്ചു മാച്ച് കളയാൻ വേണ്ടി ഇറങ്ങിയതാണ് ട്രംപും നെതന്യാഹുവും നമുക്കറിയാം. 3 മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം, ഞാനത് വിശദീകരിക്കേണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ മേഖലയിൽ നിന്നുള്ള കാര്യങ്ങൾ, വാർത്തകൾ പോകുന്നത്. കുറേയധികം സുഹൃത്തുക്കളൊക്കെ മെസ്സേജുകൾ അയക്കുന്നുമുണ്ട്. ക്ഷമിക്കണം, അബ്ദുൽ റസാഖ്, മുഹമ്മദ് സാദിഖ്, ഹമീദ് നജീബ്, അതുപോലെ ഷംസുദ്ദീൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറച്ചുപേരൊക്കെ കാണുന്നുണ്ട്. ഗ്ലാഡോ 2099, നോട്ട് ഇറാൻ, IRGC എന്ന് പറയുന്നു. അതെ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ്, IRGC. ഇറാൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം എന്ന നിലയിൽ അവരുടെ സൈന്യം, അത് അവരുടെ ആംഡ് ഫോഴ്സ് ഉണ്ട്, ഇറാൻ ആംഡ് ഫോഴ്സ് ഉണ്ട്. ഖത്തമൽ അൻബിയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അത് ഒരു വിഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് IRGC, ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് എന്ന് പറയുന്ന അവിടുത്തെ പരമാധികാരിയുടെ അല്ലെങ്കിൽ പരമോന്നത നേതാവിന്റെ കീഴിൽ നേരിട്ട് പരമോന്നത നേതാവിനെ റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സൈനിക സംവിധാനം, വിപ്ലവ സേന എന്ന് നമുക്ക് പറയാവുന്ന സംവിധാനം IRGCയുടെ കയ്യിലാണ് യുദ്ധത്തിന്റെ നിയന്ത്രണം. അവരുടെ ആർമിയും നേവിയും എയർഫോഴ്സും ഒക്കെ പല വിഭാഗങ്ങളുണ്ട്. അവരൊക്കെയാണ് പ്രധാനമായിട്ടും നല്ല യുദ്ധത്തിന്റെ നിയന്ത്രണം അവരിലാണ്. ഹോർമൂസിന്റെ നിയന്ത്രണവും അവർക്കാണ്. ആ നിലയ്ക്കൊക്കെയാണ് പോകുന്നത്. അതുപോലെ മുജീബ് ഹൗ യു എന്ന് ചോദിക്കുന്നു. മൊയ്തീൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ അധികം നീട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയും വേഗം ഇവിടെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. പശ്ചിമേഷ്യയുടെ ആവശ്യമാണ്, ഇവിടുത്തെ ഓരോ രാജ്യങ്ങളുടെയും ആവശ്യമാണ്, ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. ഇതിപ്പോൾ നമ്മുടെ പശ്ചിമേഷ്യയിൽ തന്നെ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ നമുക്കറിയാം അത് ഏത് നിലയ്ക്ക് വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഏത് നിലയ്ക്കാണ് അത് പ്രതിഫലിക്കുന്നത്, ഇന്ധന വിലയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് നമുക്കറിയാം. പശ്ചിമേഷ്യയിലും അത് ജീവിതത്തിന്റെ സകല മേഖലകളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളത് പറഞ്ഞാൽ അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് അത്രയും ചെറിയ കാര്യങ്ങളാണോ എന്നല്ലെങ്കിൽ അത്രയും ചെറുതായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ സാധാരണഗതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് പോയി ഒരു സാധനം, നമ്മൾ യുദ്ധത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ഫെബ്രുവരി 28-ന് മുമ്പുള്ള ഒരു സാഹചര്യമല്ല പല സാധനങ്ങൾക്കും. ഇപ്പോൾ അത് പ്രത്യേകിച്ചും ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പല സാധനങ്ങൾക്കും വല്ലാതെ വില കൂടിയിട്ടും, വല്ലാതെ എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് കൂടിയെന്നല്ല, പക്ഷെ അത് ഇനിയിപ്പോൾ അങ്ങനെ ഇത് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഏത് നിലയ്ക്ക് ഈ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പം ഇതെല്ലാം ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ വേഗം സമാധാനം പുലരട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രാർത്ഥനയോ പ്രവർത്തനമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആഗ്രഹമോ ഒക്കെ വച്ചു പുലർത്താൻ മാത്രം കഴിയുന്ന സമയമാണ്. ഏതായാലും വൈകാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു. അതിനുശേഷമാണ് ഈ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യ നിലവിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടുത്തെ സാഹചര്യം. എങ്കിലും വൈകാതെ നമുക്ക് സമാധാനം പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അടങ്ങുന്ന മറ്റൊരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കാം. അപ്പോൾ കൂടെ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ്.